പാരീസ് ഓഫ് ദ ഈസ്റ്റ് പോയാലോ? അതും വെറും 30 യൂറോയ്ക്ക്, അതായത് വെറും 3000 സംതിങ് രൂപയ്ക്ക്. ഇനി ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും ഇല്ലാണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലോ, ഇങ്ങനെ വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിലോ, അതും വെറും 3 ദിവസം കൊണ്ട് ഈ ഒരു വിസ കിട്ടുകയാണെന്നുണ്ടെങ്കിലോ? ഓൾറൈറ്റ്, ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷനാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. അതായത് നമുക്കൊരു യൂറോപ്പ് പ്ലസ് ഏഷ്യൻ കൺട്രിക്ക് വെറും 3 ദിവസം കൊണ്ട് പോകാൻ പറ്റും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വേണ്ട. അതായത് ഒരു പാസ്പോർട്ടും ഒരു പാസ്പോർട്ട് സൈസും ഫോട്ടോസും മാത്രം മതി. അതല്ലാതെ ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളോ എന്തെങ്കിലും എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യങ്ങളോ, അതായത് ഒരു ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. സോ അങ്ങനെയുള്ളൊരു രാജ്യമുണ്ട്. അത് ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. യെസ്, ആൻഡ് ദാറ്റ് പ്ലേസ് ഈസ് ബാക്കു, അതായത് അസർബൈജാൻ. സോ ഈ ഒരു അസർബൈജാൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും പ്രകൃതി ഭംഗിയുടെ കാര്യത്തിലൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു രാജ്യം എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത്. ഞാൻ കുറച്ച് ക്ലിപ്സ് അസർബൈജാനത്തെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെ അസർബൈജാനത്തെ പ്ലേസുകളാണ്. സോ സാധാരണ നമ്മളിപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ഷെങ്കൻ വിസയിലാണ് പോവുക. സോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചിട്ട് ഈ ഒരു ഷെങ്കൻ വിസ അപ്പോയിൻമെൻറ്റ്സ് കിട്ടുക എന്ന് പറയുന്നത് വളരെ മാസങ്ങളായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് ബാലൻസ് ഒരുപാട് കാണിക്കേണ്ടി വരും. പിന്നെ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റേഴ്സ് വേണ്ടി വരും. നമ്മളുടെ ട്രാവൽ ഹിസ്റ്ററി നോക്കും. എന്നിട്ട് ഇതൊക്കെ നമ്മൾ ഓക്കെ ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ലാസ്റ്റ് റിജക്റ്റ് ആവും. ബട്ട് എന്നാൽ ഈ ഒരു അസർബൈജാനിലേക്ക് പോകാൻ നമുക്ക് ഇത്തരം ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും. അതായത് ഒരു യൂറോപ്യൻ സ്റ്റൈൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഈ ഒരു അസർബൈജാനിലേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കി നോക്കാം. എന്തായാലും ആദ്യം ഈ ഒരു അസർബൈജാൻ്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള ഈ ഒരു ബാക്കു എന്തുകൊണ്ടാണ് ഈ ഒരു പാരീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് വിളിക്കുന്നത് നോക്കി നോക്കാം. അതായത് ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിസാമി സ്ട്രീറ്റ്, അതായത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി ഷോപ്പുകൾ, അതുപോലെ തന്നെ കഫേകൾ ആൻഡ് ഗോൾഡൻ നൈറ്റ് ലൈറ്റ്സ്. സോ നമുക്ക് പാരീസ് അല്ലെങ്കിൽ ബ്രസൽസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെൽജിയത്തെ ഒരു പ്ലേസ് ആണ്. സോ ഇതേപോലെ തോന്നിക്കുന്ന സ്ഥലങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ലിറ്റിൽ വെനീസ്. സോ ഈ ഒരു വെനീസിനെ പോലെ തന്നെ തോന്നിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു അസർബൈജാനിലുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു പ്ലേസ് പറയുന്നത് ഹെയ്ഡർ അലിയേവ് സെൻറ്റർ. സോ അതായത് ഓൾഡ് യൂറോപ്പ് പ്ലസ് മോഡേൺ യൂറോപ്പ് പ്ലസ് മിഡിൽ ഈസ്റ്റേൺ വൈബ്. സോ ഇത്തരം പ്ലേസുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു യൂറോപ്യൻ്റെ പോലെ അല്ലെങ്കിൽ ഈ ഒരു ബാക്കുവിനെ പാരീസ് ഓഫ് ദ ഈസ്റ്റ് എന്ന് വിളിക്കുന്നത്. സോ എന്തായാലും ഇനി ഈ ഒരു അസർബൈജാൻ ഈ വിസനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ കാര്യം പറയുന്നത് നോ ഡോക്യുമെന്റ് സ്ട്രെസ്. അതായത് നമുക്കറിയാം അസർബൈജാൻ ആസ് ദ അസാൻ ഇ വിസ സിസ്റ്റം. സോ മീൻസ് നമുക്കൊരു എംബസി പോകേണ്ട ആവശ്യമില്ല. നോ എംബസി വിസിറ്റ്, 100% നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല, ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കാണിക്കേണ്ട ആവശ്യമില്ല, ഒരു ഇൻ്റർവ്യൂ അതൊന്നുമില്ല. നമുക്ക് എന്താ വേണ്ടത്, നമ്മളുടെ പാസ്പോർട്ടിൻ്റെ ബയോ പേജ് സ്കാന് വേണം. പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. ഇത് മാത്രം മതി. ഇനി പ്രോസസ്സിങ് ടൈം, അതായത് ഈ ഒരു വിസകൾ എന്ന് പറയുന്നത് 2 തരത്തിലായിരിക്കും. ഒന്ന് സ്റ്റാൻഡേർഡ്, അതായത് നമുക്ക് 3 വർക്കിംഗ് ഡേയ്സ് ആണ് വരിക. പിന്നെ അർജൻറ്റ് ഉണ്ട്, അതായത് അറൗണ്ട് 3 hours എന്നാണ് കേട്ടോ അവർ പറയുന്നത്. ഈവൻ ഡ്യൂറിങ് ഹോളിഡേയ്സിലാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വിസ കോസ്റ്റ്. സാധാരണ ഒരു ബേസിക് ഫീ എന്ന് പറയുന്നത് $26 ഉള്ളൂ പറയണുള്ളൂ. ബട്ട് എന്നാൽ പോലും നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു സർവീസ് ചാർജും ഒക്കെ പാടെ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു €30 വരെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. €30 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതലൊന്നല്ല, കമ്മി തന്നെയാണ്. അതായത് ഇന്ത്യൻ മണിയിൽ പറയുമ്പോൾ ഏകദേശം 3219 രൂപ. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ടൂറിസ്റ്റ് വിസ ഇൻ 2026. ഓക്കെ, സോ ഇനി നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിസ വാലിഡിറ്റി 90 days ആണ് വരിക. 90 ദിവസം നമ്മളുടെ വിസ വാലിഡ് ആയിരിക്കും. ആൻഡ് സ്റ്റേ അലൗഡ് 30 days ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എൻട്രി ടൈപ്പ് എന്ന് പറയുന്നത് സിംഗിൾ എൻട്രി ആണ്. നമുക്ക് ഈ ഒരു അസർബൈജാനിൽ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കൺട്രിക്ക് മൂവ് ചെയ്യാനൊന്നും പറ്റില്ല, തിരിച്ച് നമ്മളെ കൺട്രിക്ക് തന്നെ വരേണ്ടി വരും. സോ ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു വിസ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു റേറ്റിൽ ഒരു യൂറോപ്യൻ കൺട്രിക്ക് അല്ലെങ്കിൽ ഒരു യൂറോ ഏഷ്യൻ കൺട്രിക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അസർബൈജാൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ പിന്നെ ഷെങ്കൻ വിസയൊക്കെ കൊടുത്തിട്ട് റിജക്ഷൻ കിട്ടിയ ആളുകൾക്ക് ഈ ഒരു കൺട്രി നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് അതും നല്ലതാണ്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഷെങ്കൻ കൺട്രി അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി നോക്കും. സോ നമ്മളിപ്പോഴും നമ്മളുടെ ഏഷ്യൻ കൺട്രിയിലുള്ള വേറൊരു രാജ്യത്തേക്ക് പോകാണ്ട് നേരെ നമ്മൾ യൂറോപ്യത്തെ ഒരു ഷെങ്കൻ കൺട്രിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുപോലെ തന്നെ പിന്നെ ബഡ്ജറ്റ് ട്രാവലേഴ്സിന്, അതായത് വളരെ ചീപ്പായിട്ട് പോകാൻ വേറൊരു കൺട്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്.
പിന്നെ അതുപോലെ തന്നെ കപ്പിളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഒരു യൂറോപ്യൻ വൈബിൽ നോക്കുന്ന സ്ഥലങ്ങൾ നോക്കുന്ന ആളുകൾക്ക് ഈ ഒരു പ്ലേസ് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഈ ഒരു യൂറോപ്യൻ ബാക്ക്ഗ്രൗണ്ട്സ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ, എസ്തെറ്റിക് സ്ഥലങ്ങളിലൊക്കെ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. സോ അസാൻ വിസ, അതായത് റിപ്പബ്ലിക് ഓഫ് അസർബൈജാൻ ഒഫീഷ്യൽ ഇലക്ട്രോണിക് വിസ പോർട്ടലാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്റ്റാൻഡേർഡ് ഇ വിസ, അർജൻറ്റ് ഇ വിസ, അതായത് ജസ്റ്റ് ഇൻ 3 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. ആദ്യം ആപ്ലിക്കേഷൻ, ദെൻ പേയ്മെൻറ്റ്, പിന്നെ ഡൗൺലോഡ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാൻഡേർഡ് ഇ വിസ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. വെരിഫിക്കേഷൻ സക്സസ്ഫുൾ, വെയിറ്റിംഗ് ഫോർ, ഓക്കെ പോയി. സോ നമുക്കിവിടെ നമ്മളുടെ നാഷണാലിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് ആദ്യം കൊടുക്കുക. ഓക്കെ, നമ്മളുടെ പാസ്പോർട്ടോ അതിൻ്റെ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ വരുന്നത് നമ്മളുടെ അറൈവൽ ഡേറ്റ് ടു ദ കൺട്രി, അത് കൊടുക്കുക. പേഴ്സണൽ ഇൻഫർമേഷൻസ് കൊടുക്കുക. പിന്നെ ഇമെയിൽ വെരിഫിക്കേഷൻ, ഡാറ്റ കൺട്രോൾ, പേയ്മെൻറ്റ്, ഇത്രയാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മൊബൈൽ ഫോണിൽ ഇത് അലൗഡ് ആണോ, ഈ ഒരു വെബ്സൈറ്റ് അലൗഡ് ആണോ എന്ന് അറിയില്ല കേട്ടോ. ആവും, മിക്കവാറും ആവും. സോ അതാണെങ്കിൽ അതുവഴി ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിസ്റ്റം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അർജൻറ്റ് ഇ വിസ ആണെന്നുണ്ടെങ്കിലും അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. ഓക്കെ, നമുക്ക് വെറും 3 hours കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു അസർബൈജാനിലേക്ക് ഒരു ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി പറയാണ്ട്, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ഷിയാം, and this is Wayfarer Insights, and this channel won't disappoint you, and thanks for watching.